അതിൻ്റെ മുകളിൽ കൂടെ വന്ന് ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വരും നമ്മുടെ ബൗണ്ടറി. വെൽക്കം ടു എൻ റൂട്ട് ടു എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇടുക്കിയോ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ കണ്ണൂരാണ്. കണ്ണൂരിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ മലയായിട്ടുള്ള പൈതൽമലയിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ പോയ വഴിക്ക് ഗൂഗിൾ മാപ്പ് കുറച്ച് നമ്മളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചുറ്റി ഒരു ചെറിയ വഴിയിലൂടെയൊക്കെ കയറിപ്പോയി. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് XUV 700 ആയിരുന്നു. പക്ഷേ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കേപ്പബിൾ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വണ്ടി കയറിപ്പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും പൈതൽമലയെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. നമ്മൾ മാപ്പ് വെച്ച് വന്ന സമയത്ത് ഏതാണ്ട് ഒരു ഷോർട്ട് കട്ട് കാണിച്ചാണ്. അപ്പോൾ ആ ഷോർട്ട് കട്ടിലൂടെ നമ്മൾ കയറി. അപ്പോൾ കറക്റ്റ് വണ്ടിയുടെ ഒരു സൈസിലുള്ള ഒരു ഏരിയ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു. അതുപോലെ തന്നെ കല്ലും മണ്ണും ഒക്കെ ഇളകി കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഓഫ് റോഡ് കയറിയാണ് പോയത്. എന്തായാലും വണ്ടി ഓക്കെ ആയതുകൊണ്ടും വലിയ എതിരെ ഓപ്പോസിറ്റ് വണ്ടികളൊന്നും വരാത്തതുകൊണ്ടും വലിയ കുഴപ്പമില്ലാതെ നമ്മൾ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായത് വലിയ തിരക്കോ ബഹളങ്ങളോ ഉള്ള ഒരു ഏരിയ ഒന്നും അല്ല നമ്മുടെ ഈ കണ്ണൂരിലെ പൈതൽമല ട്രക്കിങ്ങിനുള്ളതെന്നാണ് നമുക്ക് മനസ്സിലായത്. നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു. 2 പേർക്ക് 120 രൂപയാണ് ആയത്. അപ്പോൾ ഒരാൾക്ക് 60 രൂപ വെച്ചാണ് ഇവിടുത്തെ എൻട്രി ഫീ എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നമ്മളിവിടെ വന്നപ്പോൾ തൊട്ടേ ഒരു ഡള്ളായിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു. വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ചീവീടുകളുടെ സൗണ്ട് ഭയങ്കരമായിട്ട് ആ കാടിൻ്റെ ഒരു ആംബിയൻസ് കിട്ടുന്ന രീതിയിലുള്ള സൗണ്ട് നമുക്ക് അവിടെ എൻട്രൻസ് വന്നപ്പോൾ തൊട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സമ്മതപത്രമുണ്ട്. അവിടെ നമുക്ക് വായിക്കാമായിരുന്നു ആനയും കാര്യങ്ങളും മറ്റ് മൃഗങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ് ഈ പൈതൽമല. പക്ഷേ കാഴ്ച എപ്പോഴും കിട്ടണം എന്നില്ല. നമ്മൾ പെരിയാറൊക്കെ പോകുന്ന സമയത്ത് സ്ഥിരം കാഴ്ചകളൊക്കെ കിട്ടാറുണ്ട്. ഉറപ്പായിട്ട് സൈറ്റിങ് കിട്ടും. പക്ഷേ ഇവിടുത്തെ സൈറ്റിങ്ങുകളൊക്കെ റയറാണ്. അതുപോലെ തന്നെ പാമ്പുകളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാമ്പുകളൊക്കെ ഒരുപാടുള്ള ഒരു ഏരിയയാണ്. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കിടക്കാം ഒരുപക്ഷെ. അപ്പോൾ ഏതായാലും നമ്മൾ ട്രക്ക് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഹെവി ട്രക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു മോഡറേറ്റ് ലെവലിലുള്ള ട്രക്കിംഗ് ആണ് നമ്മുടെ ഈ പൈതൽമലയിൽ കിട്ടുന്നത്. അപ്പം നമുക്കിവിടുന്ന് കയറുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആനയുടെ പ്രസൻസൊക്കെ കുറവുള്ള സമയത്താണ് കൂടുതലും ഇങ്ങോട്ട് ആൾക്കാരെ കയറ്റിവിടുന്നത്. അപ്പോൾ സൈറ്റിങ് വളരെ കുറവാണ്. അപ്പം ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കാടിൻ്റെ അകത്തോടെ റിലാക്സ് ചെയ്ത് നടക്കാൻ പറ്റുന്ന, കാട് ആസ്വദിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ടോപ്പിൽ എത്തിക്കഴിയുമ്പോൾ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആനുവൽ സൈറ്റിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ മുന്നോട്ട് നടക്കുകയാണിപ്പോൾ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബേഡ് ആക്ടിവിറ്റി ഉള്ളൊരു ഏരിയ ആണ്. പക്ഷേ അതിനെ സൈറ്റിങ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് നമുക്കുണ്ട്. നമ്മൾ കുറേ നോക്കിയിട്ടൊന്നും അങ്ങനെ ഒരുപാട് എണ്ണത്തിനെ കണ്ടിട്ടില്ല. പക്ഷേ നല്ല സൗണ്ട് കാര്യങ്ങൾ, ബേഡ് ആക്ടിവിറ്റി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നൊരു ഏരിയ കൂടെയാണ് നമ്മുടെ ഈ പൈതൽമല ട്രക്കിൻ്റെ ഭാഗങ്ങൾ. എന്തായാലും നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. നല്ലൊരു ഗ്രീനറി ഉണ്ട്. കാടൊക്കെ നല്ല പച്ചപ്പ് പോസ് നിൽക്കുന്നൊരു ടൈമാണ്. നമ്മുടെ ഈ പൈതൽമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 1372 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നൊരു സ്പോട്ടാണ്. അതുപോലെ തന്നെ നല്ലൊരു ഹിൽ സ്റ്റേഷനാണ്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടികളിലൊന്നാണ് നമ്മുടെ ഈ പൈതൽമല. തളിപ്പറമ്പിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്ററും കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് 60 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ഈ പൈതൽമല സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗം തന്നെയാണ്. കർണാടകയുടെ അതിർത്തി ഭാഗത്താണ് നമ്മുടെ ഈ ഒരു പൈതൽമല സ്ഥിതി ചെയ്യുന്നത്. കുടകും അതുപോലെ തന്നെ കർണാടകയിലെ മടിക്കേരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. നമ്മളൊരു കുറച്ച് പോർഷനോടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ചെറിയ മാടങ്ങൾ കാര്യങ്ങളൊക്കെ, കാവൽ മാടങ്ങളാണെന്ന് തോന്നുന്നു, അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഈ ആനപ്പിണ്ടങ്ങളും അതുപോലെ തന്നെ ആന മൂവ് ചെയ്ത സ്ഥലത്തെ പാടുമൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് കുറച്ച് ഓൾഡാണ്, കുറച്ച് പഴകിയ ഇതാണ്. ഒരുപാട് അടുത്തൊന്നും ആന വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. എന്തായാലും നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പൈതൽമലയുടെ ഒരു പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ അപൂർവമായിട്ടുള്ള ഒരുപാട് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കർണാടക ആ ഒരു പോർഷൻ്റെ ഭയങ്കര ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്കിതിൻ്റെ ടോപ്പ് നിന്നാൽ കിട്ടുന്നുള്ളതാണ് മറ്റൊരു അട്രാക്ഷൻ. അതുപോലെ തന്നെ ഇതിന് 2 എൻട്രികളുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതായത് ഒന്ന് കാപ്പിമല, ഒന്ന് പൈതൽമല. അപ്പം 2 എൻട്രൻസ് ഉണ്ട്. നമ്മളിപ്പോൾ വന്നേക്കുന്ന പൈതൽമലയാണ്. അതുപോലെ തന്നെ കാപ്പിമല എന്ന് പറയുന്നൊരു ഭാഗം കൂടെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഹാർഡായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ വന്നേക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല. നോർമലായിട്ട് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക്, അത്യാവശ്യം നടക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് നടന്ന് കയറാൻ പറ്റുന്നൊരു ഏരിയ തന്നെയാണ്. നമ്മളിതിനെ ടോപ്പിൽ കയറി കഴിഞ്ഞിട്ട് കുറച്ച് താഴേക്ക് ഇറങ്ങാറുണ്ട്. ഈ താഴെ തന്നെയായിട്ടൊരു വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ഗാർഡും ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ
നമ്മുടെ വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റിലൊന്നുമല്ല, ഇതിൻ്റെ ടോപ്പിൽ ഒരു സ്റ്റെപ്പൊക്കെ കെട്ടി കല്ലൊക്കെ കെട്ടി വെച്ചേക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര ഭംഗിയാണ്. കുറേ നേരം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതല്ല, ഇതിൻ്റെ മോള് വശത്തൂടെ ഒന്ന് ഇങ്ങനെ വരും. ആ മോളിൽ കൂടെ വന്നിട്ട് ഈ മലയുടെ ഒരു പകുതിക്കേന്ന് താഴേക്ക് കർണാടക അപ്പുറത്തേക്ക്, എന്നിട്ട് ആ മലയുടെ മുകളിൽ കൂടി ഇങ്ങനെ വന്ന് ആ കെട്ടിടം കാണില്ലേ, അതിൻ്റെ മുകളിൽ കൂടെ വന്ന് ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വരും നമ്മുടെ ബൗണ്ടറി. പിന്നെ താഴേക്ക് പോകും, അങ്ങോട്ട് കർണാടക. അപ്പോൾ ആ മലകളെല്ലാം മലകളെല്ലാം തടീൻ്റെ മുകള്, കത്തിവാണ, മഞ്ഞുമേട്, അതെല്ലാം കർണാടകയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ശരി. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 70 കിലോമീറ്റർ വീരാജ്പേട്ട കർണാടകത്തിൻ്റെ അതിർത്തി. ഈ ഭാഗം അല്ലേ? ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മടിക്കേരി. നമ്മളെന്തായാലും ടോപ്പിൽ വന്നപ്പം അവിടുത്തെ ഗാർഡ് നിൽപ്പുണ്ടായിരുന്നു. അപ്പം നമ്മളായിരുന്നു അവസാനത്തെ ഗസ്റ്റ്. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മുടെ കർണാടകയിലെ മടിക്കേരി, വിരാജ്പേട്ട, കൊടക് ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുമായിട്ട് ഇതിന് കണക്ഷനുണ്ട്. ഒരു സൈഡ് കേരളവും ഒരു സൈഡ് കർണാടകവുമാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെ വെസ്റ്റേൺ ഘട്ട്സിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ പൈതൽ മല. ഏതായാലും നമ്മൾ കുറച്ച് നേരം നിന്നപ്പോഴത്തേനും നമ്മുടെ ഗാർഡ് പറഞ്ഞു ആനയുടെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് താഴെ നിന്ന് വിളിച്ചിട്ടുണ്ട്, വയർലെസ്സിലൂടെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് നമ്മളെയും കൂട്ടി താഴേക്ക് മൂപ്പർ ഇറങ്ങുകയാണ് ചെയ്തത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പുതിയൊരു സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു മഴക്കാലമൊക്കെ ആകുന്ന ടൈമിൽ കുറച്ചുകൂടെ വെള്ളച്ചാലുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക. നല്ലൊരു സ്പോട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കയറിയ ടൈമിലൊന്നും മട്ടയുടെ ഒന്നും വലിയ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മഴക്കാലം ആകുമ്പോഴത്തേനും ഒരു പക്ഷേ അട്ടയുടെയൊക്കെ നല്ല രീതിയിലുള്ള ആക്ടിവിറ്റി ഉണ്ടാവാം. ഏതായാലും നല്ല രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ വന്നൊരു ബേസ് ക്യാമ്പിൽ വന്നൊരു കട്ടനെ കുടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. എന്തായാലും എല്ലാവരും വരാൻ ശ്രമിക്കുക. കണ്ണൂരാണ്, കണ്ണൂരുള്ള പൈതൽ മലയാണ്. നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു പോർഷനിലേക്കാണ് നമ്മൾ കയറിയത്. അപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ വീഡിയോ എടുത്തതാണ്. എന്തായാലും അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.